പലപ്പോഴും പല വ്യക്തികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എത്ര ഇൻഷുറൻസ് കവറാണ് ഞാൻ എടുക്കേണ്ടത്? അതേപോലെ തന്നെ ചോദിക്കുന്നതാണ്, ഞാൻ എൻ്റെ ശമ്പളത്തിനും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് എത്ര രൂപയാണ് ഞാൻ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് മാസം മാസം സേവ് ചെയ്ത് തുടങ്ങേണ്ടത്? ഒരു എമർജൻസി വന്നാൽ എമർജൻസി ഫണ്ട് വേണമല്ലോ. അപ്പോൾ എമർജൻസി ഫണ്ട് ഞാൻ എത്ര എമൗണ്ട് ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്? എൻ്റെ ഏജിന് ഞാൻ ഇക്വിറ്റിയിൽ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യാം? പല വ്യക്തികളും കേട്ടിട്ടുണ്ടാവാം, വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് കുറയണം, വയസ്സ് കുറവുള്ള ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് ഇക്വിറ്റിയിൽ കുറച്ചധികം ഇടാം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടോ? ഇതിനൊക്കെ ഒരു തമ്പ് റൂളുണ്ടോ? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒത്തിരി പേര്, പ്രത്യേകിച്ച് NRIs ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾക്ക്, ബേസിക്കായിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള 6 തമ്പ് റൂളുകളാണ് നമ്മൾ ഈ ക്യുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ്. ആൻഡ് ലെറ്റ് us see the first തമ്പ് റൂൾ. ഹൗ മച്ച് ലൈഫ് ഇൻഷുറൻസ് കവർ ഐ ഷുഡ് ടേക്ക് അറ്റ് ദിസ് ഏജ്? ഒരു വാർഷിക വരുമാനം എത്രയാണോ ആ എമൗണ്ടിൻ്റെ 20 ടൈംസ് നിങ്ങളുടെ ബേസിക് സം അഷ്യൂർഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 15-ഉം 20-നും ഇടയിലെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻഫ്ലേഷൻ റേറ്റും കൂടി നോക്കുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉണ്ടാക്കുന്ന ഒരു വാർഷിക വരുമാനത്തിൻ്റെ 20 ഇരട്ടിയായിരിക്കണം അയാൾക്ക് ഉണ്ടാവേണ്ട ലൈഫ് കവർ. അദ്ദേഹത്തിൻ്റെ വൈഫിനോ നോമിനിക്കോ കിട്ടേണ്ടതായിട്ടുള്ളൊരു എമൗണ്ടാണ് നമ്മൾ ലൈഫ് കവർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പോളിസിയിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിക്കാതെ തന്നെ അദ്ദേഹത്തിന് ഈ കവർ കിട്ടും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു കവറും കൂടിയാണ് ഇപ്പോൾ. ഫസ്റ്റ് തമ്പ് റൂൾ അതാണ്. നൗ ലെറ്റ്സ് സീ ദ സെക്കൻഡ് തമ്പ് റൂൾ. പല ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലോ വാട്സപ്പിലോ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ടാണ്. പക്ഷേ ദർ ഇസ് എ തമ്പ് റൂൾ. ഒരു 28 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ 65 വയസ്സുള്ള ഒരു റിട്ടയർമെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് തെറ്റാണ്. അതെന്തുകൊണ്ടാണ് തെറ്റെന്ന് പറയുന്ന ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിനാണ് പറയുന്നത് ദർ ഇസ് എ തമ്പ് റൂൾ, ഗ്ലോബലി അക്സെപ്റ്റഡ് തമ്പ് റൂൾ. അത് ഇതാണ്: 100-ൽ നിന്നും ഒരു വ്യക്തിയുടെ വയസ്സ് കുറക്കുമ്പോൾ കിട്ടുന്ന ഫിഗർ, അതാണ് ആ പർട്ടിക്കുലർ വ്യക്തിക്ക് ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാനുള്ള എമൗണ്ട്. സപ്പോസ് 40 വയസ്സുള്ള ഒരു വ്യക്തി 100-ൽ നിന്ന് 40 കഴിച്ചാൽ അയാൾക്ക് 60 കിട്ടുന്നു. അയാൾക്ക് 1 ലക്ഷം രൂപ അയാളുടെ സമ്പാദ്യത്തിലേക്ക് വന്നാൽ അയാൾക്ക് 60,000 രൂപ ഓഹരി നിക്ഷേപങ്ങളിലേക്ക് മാറ്റിവെക്കാം. ബാക്കി 40,000 രൂപ കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ളതും സ്റ്റേബിളുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതാണ് ഈ തമ്പ് റൂൾ പറയുന്നത്. പല വ്യക്തികളും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എടുത്ത് ചാടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിട്ടയർമെൻറ്റ് കഴിയുന്ന ആൾക്കാരുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡബിൾ കോഷ്യസ് ആയിരിക്കണമെന്ന് പറയുന്നത്. കാരണം പല ഇതിൽ ചോദിക്കുന്ന പോലെ, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. 65 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും അയാളുടെ പണം താന്നു പോയി കഴിഞ്ഞാൽ ഒരു എമർജൻസിക്ക് അത് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ പിന്നെയും ബാല്യം ബാക്കിയില്ല. അതുകൊണ്ട് ഈ തമ്പ് റൂൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എസെൻഷ്യലായിട്ട് പറയുന്നത്. ലെറ്റ് us see the third തമ്പ് റൂൾ. തേർഡ് തമ്പ് റൂളാണ് എമർജൻസി ഫണ്ട്. ഹൗ മച്ച് ഷുഡ് ഐ കീപ്പ് ആസ് എമർജൻസി ഫണ്ട്? എമർജൻസി ഫണ്ട് എന്താണ് എന്നുള്ളത് കുറച്ച് പേർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണണമെന്നില്ല. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ, അദ്ദേഹം വിദേശത്ത് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് വന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടമായി. പിന്നെ കോവിഡ് ഒരു 4-5 മാസം ഇങ്ങനെ കോവിഡ് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാങ്കിലുണ്ടായിരുന്ന ശുഷ്കിച്ച സമ്പാദ്യം തീർന്നു. പിന്നെ നമ്മൾ സുഹൃത്തുക്കളോട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. കാരണം കോവിഡ് വന്നു. പിന്നെ രണ്ടാമത് ജോലി കിട്ടണം, രണ്ടാമത് ഇതേ പണം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത്ര നാളും അയാൾക്ക് ജീവിക്കണമെങ്കിൽ ലിക്വിഡ് ക്യാഷ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റിവെക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഈ എമർജൻസി ഫണ്ടിന് കിട്ടുന്ന പലിശ നിങ്ങൾ കണക്കാക്കേണ്ട ഇല്ല. നല്ല പലിശയും ചെറിയ പലിശയും വലിയ പലിശയും ഇല്ല. എമർജൻസി ഫണ്ടിൻ്റെ പലിശ നോക്കാറില്ല. എമർജൻസി ഫണ്ട് ഈസ് എ ഫണ്ട്. ഇറ്റ്സ് എൻ എമർജൻസി ഫണ്ട് വിച്ച് ഈസ് കെപ്റ്റ് സേഫ്ലി ഇൻ ഓർഡർ ടു മീറ്റ് എമർജൻസീസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ടാണ് ഞാനത് സൂക്ഷിക്കേണ്ടത്? ഈ തമ്പ് റൂൾ പറയുന്നത് നിങ്ങളുടെ ശരാശരി വരുമാനത്തിൻ്റെ 6 മാസത്തെ പണമെങ്കിലും നിങ്ങളുടെ കൈവശം എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിച്ചു ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു 6 മാസത്തെ സാലറി എന്ന്. ഈ 6 മാസത്തെ സാലറി ഇത് നമ്മൾ പറയുന്നത് സ്റ്റേബിൾ ജോബ് ആയിരിക്കണം. ഗവൺമെൻറ് ജോബുകളോ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടുള്ള ജോലിയുള്ള ഒരാൾക്കാണ് നമ്മൾ 6 മാസം മിനിമം സാലറി
എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടാവണമെന്ന് പറയുന്നത്. അതേസമയത്ത് സ്റ്റേബിൾ ജോലിയല്ല, ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാളുടെ 9 മാസത്തെ ശമ്പളം എമർജൻസി ഫണ്ടായിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ബാങ്കിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടിലോ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്, 9 മാസത്തെ. നൗ ദ ക്വസ്റ്റ്യൻ, ഇഫ് ഹീസ് എ ബിസിനസ് മാൻ, അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള കക്ഷിയാണ്, അതൊരു ബിസിനസ് മാനാണ്, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ 12 മാസത്തെ ശമ്പളം, അതായത് ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ മൊത്തം വരുമാനം എമർജൻസി ഫണ്ടായിട്ട് നീക്കിയിരിപ്പ് നടത്തിയിരിക്കണമെന്നാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ തമ്പ് റൂളുകൾ പറയുന്നത്. 4th തമ്പ് റൂള് പലപ്പോഴും പല വ്യക്തികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ജീവിതത്തിൽ റിട്ടയർ ചെയ്യാത്തതായിട്ട് ആരുമില്ലല്ലോ. പ്രൈവറ്റ് മേഖലയാണെങ്കിലും പബ്ലിക് മേഖലയാണെങ്കിലും റിട്ടയർ ചെയ്തേ പറ്റും. പലപ്പോഴും പല വ്യക്തികളും നമ്മളോട് ചോദിക്കുന്നതാണ്, റിട്ടയർമെൻറ്റിലേക്ക്, സേഫ് റിട്ടയർമെൻറ്റിലേക്കുള്ള യാത്രയിൽ എത്ര പെർസെൻറ്റേജാണ് ഞാൻ മാറ്റിവെക്കേണ്ടത്? സത്യത്തിൽ റിട്ടയർമെൻറ്റിൽ നമ്മൾ റിട്ടയർമെൻറ്റ് തുടങ്ങുന്ന 3 ടൈപ്പാണ്. അതിന് 3 phases എന്ന് പറയും. ഒന്ന്, നമ്മൾ ജോലിക്ക് ഒരു 45 വയസ്സുള്ള ഒരാൾ 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് ശമ്പളം കൂടുതൽ കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം 5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലവുകളുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഫേസിനെ നമ്മൾ 3ആക്കി തരംതിരിക്കുന്നു. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ്, സെക്കൻഡ് ജസ്റ്റേഷൻ പീരിയഡ്, ദെൻ ആന്വിറ്റി പീരിയഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ് എന്ന് പറയുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സമ്പാദിക്കുന്നു, റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കിയിരിപ്പ് നടത്തുന്നു. അതൊരു 5 കൊല്ലമാവാം, 10 കൊല്ലമാവാം. അതിനെയാണ് നമ്മൾ കോർപ്പസ് ബിൽഡിംഗ് പീരിയഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ് എന്ന് പറയും. 5 തുടങ്ങിയിട്ട് 10 വർഷം വരെ അല്ലെങ്കിൽ 15 വർഷം വരെ നമ്മൾ കോർപ്പസ് ബിൽഡ് ചെയ്യുന്നു. 15 തുടങ്ങിയിട്ട് 5 വർഷത്തേക്ക് എനിക്ക് കോർപ്പസ് ബിൽഡ് ചെയ്യാൻ നമ്മളത് കാശില്ല, കാരണം മക്കളുടെ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ കാശ് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ കോർപ്പസ് ബിൽഡ് ചെയ്യാൻ നമ്മൾ കാശില്ല. പക്ഷേ പെൻഷനൊട്ട് വേണ്ട, കാരണം 60 വയസ്സായിട്ടില്ല. അതിന് പറയുന്നത് ജസ്റ്റേഷൻ പീരീഡ് എന്നാണ്. ആദ്യം നമ്മൾ 15 കൊല്ലത്തേക്ക് നമ്മൾ സേവ് ചെയ്തു, പിന്നെ 5 കൊല്ലം നമ്മൾ മിണ്ടാതിരുന്നു, നമുക്ക് പണം അടക്കാനുമില്ല, നമുക്ക് പണമോട്ട് വേണ്ടിയെന്നാലും. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നു. ഈ ജസ്റ്റേഷൻ പീരീഡ് കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിലേക്ക് വരുന്നു. ഈ 60 വയസ്സിൽ എത്തുമ്പോഴാണ് നമുക്ക് പണം വേണ്ടത്, നമുക്ക് മന്ത്ലി ഇൻകം വേണ്ടത്. അപ്പോൾ അതിനെയാണ് ആന്വിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ എളുപ്പത്തിൽ നേരത്തെ തുടങ്ങിയാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്, ചെറുപ്പത്തിലേ തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 40-45 വയസ്സിലാണ് റിട്ടയർമെൻറ്റിന് വേണ്ടി നിങ്ങളിപ്പോൾ ചിന്തിച്ച് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ 20-35% മസ്റ്റായിട്ടും നിങ്ങൾ റിട്ടയർമെൻറ്റ് കോർപ്പസിന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. മാസം വരുമാനത്തിൻ്റെ 20-35 ആവാം, അല്ലെങ്കിൽ ആനുവൽ വരുമാനത്തിൻ്റെ 20-30% നിങ്ങൾ മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ്, ഒരു സക്സസ്ഫുൾ റിട്ടയർമെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ലെറ്റ് us see the 5th തമ്പ് റൂൾ ഏതാണ്. 5th തമ്പ് റൂൾ പറയുന്നത്, എൻ്റെ വരുമാനം ഇത്രയാണ്, എക്സ് എമൗണ്ടാണ് സാലറി എനിക്ക് കിട്ടുന്നത്, ഒരു വർഷം ഞാൻ ഉണ്ടാക്കുന്നത് എക്സ് എമൗണ്ടാണ്. ഞാൻ ഏൺ ചെയ്യുന്ന തുകയുടെ എത്ര പെർസെൻറ്റേജ് വരെ ലോൺ എടുക്കുന്നതായിരിക്കും ഉചിതം. പലപ്പോഴും പല വ്യക്തികളും അത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് അവർ പല പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നത്. മണി മാനേജ്മെൻറ്റിൽ ലോൺ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നല്ല പർപ്പസിലെടുക്കുന്ന ലോണിന് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ലോൺ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് പ്രൊഡക്റ്റീവ് ലോണുണ്ട്, 2 അൺപ്രൊഡക്റ്റീവ് ലോണുണ്ട്. പ്രൊഡക്റ്റീവ് ലോൺ ബിസിനസ്സിലേക്കൊക്കെ എടുക്കുന്ന ലോണുകളെല്ലാം നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റീവ് ലോൺ തന്നെയാണ്. അൺപ്രൊഡക്റ്റീവ് ലോൺ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ലോണുകളാണ് അൺപ്രൊഡക്റ്റീവ് ലോൺ. എന്ത് ലോണായാലും നമ്മളുടെ ഇൻകത്തിൻ്റെ 40% മാത്രമാണ് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധ്യമാവുന്നത്. അതാണ് തമ്പ് റൂള്. പക്ഷേ 60% വരെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, 60% വരെ എടുക്കുന്ന വ്യക്തികളുണ്ട്, 60% വരെ എടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ബട്ട് ഐഡിയലി 40% ഈസ് ദ തമ്പ് റൂൾ ഫോർ ലോൺ. ലെറ്റ് us see the final and 6th തമ്പ് റൂൾ. 6th തമ്പ് റൂൾ പറയുന്നത്, പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ അടുത്തൊരു 10 ലക്ഷം രൂപയുണ്ട്, ഈ 10 ലക്ഷം രൂപ ഞാൻ 20 ലക്ഷം ആക്കണം, എനിക്കത് ഇപ്പോഴത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്, എത്ര വർഷം കൊണ്ട് എനിക്ക് 20 ലക്ഷം ആക്കാൻ പറ്റും? 20 ലക്ഷത്തിന്, അല്ലെങ്കിൽ 20 ലക്ഷമുണ്ട്, എനിക്ക് 40 ലക്ഷം ആക്കണം, മകളുടെ ഒരു കല്യാണമാണ്, അല്ലെങ്കിൽ മകൻ്റെ എഡ്യൂക്കേഷനാണ്. അത് നമ്മളെങ്ങനെ അറിയുക? ദർ ഇസ് എ തമ്പ് റൂൾ. 72-നെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന വർഷമാണ് നമ്മളുടെ നിക്ഷേപം ഇരട്ടിക്കണമെങ്കിൽ ആവശ്യമായിട്ട് വരുന്ന കാലാവധി. ഫോർ എക്സാമ്പിൾ,
ഒരു 10 ലക്ഷം രൂപയുണ്ട്, നമ്മൾക്കത് ഡബിൾ ആവണം. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ 8% വെച്ചോളൂ. 8% നമ്മളുടെ നിക്ഷേപം ഡബിൾ ആകണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല ഇതാണ്: 72 ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് 8. അങ്ങനെയാണെങ്കിൽ 9 വർഷം എടുക്കും നമ്മളുടെ ആ പണം ഡബിളായിട്ട്. 9 വർഷം കൊണ്ട് മാത്രമേ നമ്മൾക്ക് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമായിട്ട് മാറാൻ പറ്റുള്ളൂ. പക്ഷേ ഒന്ന് ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് ഈ 10 ലക്ഷം നമ്മൾ 8% പലിശയിലേക്ക് ഇടുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടുണ്ട്, 24% പലിശ കിട്ടുന്നൊരു മ്യൂച്വൽ ഫണ്ടുണ്ട്. നിങ്ങൾ ഈ 10 ലക്ഷം 24% പലിശ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിലാണ് ഇടുന്നതെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ വീണ്ടും മാറുന്നു. 72 ഡിവൈഡഡ് ബൈ 24% ഓഫ് റിട്ടേൺസ് ഇസ് ഈക്വൽ ടു 3 ഇയേഴ്സ്. നേരത്തെ അവിടെ 9 വർഷം എടുത്തു നമ്മളെ ആ പണം ഇരട്ടിയാവാൻ. ഇവിടെയാണെന്ന് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത്. ഈ തബ്രൂൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്, നമ്മളുടെ പണം അതിവേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറാൻ നിർബന്ധിതരായി തീരുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഇത് ട്രിപ്പിൾ ആവാനാണെങ്കിലോ അതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം തന്നെയാണ്. 72 എന്നുള്ളതിന് പകരം നമ്മൾ 114 ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പണം ട്രിപ്പിൾ ആവാൻ, 3 ഇരട്ടിയാവാൻ എത്ര വർഷം എടുക്കുമെന്നുള്ള കണക്കാക്കാനൊക്കെ എളുപ്പമാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഫിനാൻസിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. സോ റിമെമ്പർ ദീസ് ഓൾ തമ്പ് റൂൾസ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ദം ആസ് എ routine practice in your life. Thank you very much. Good day.